ഈ വീട്ടിൽ കയറിയത് അൻസിബയുടെ വീട്ടിൽ നിന്നാണ്. അതെ, അൻസിബയുടെ ഉമ്മയും അതേപോലെ സഹോദരനും കയറിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ മിക്കവാറും ഇവിടെ സ്റ്റേ ആയിരിക്കും, ഇവർ താമസിക്കും. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഫാമിലി റൗണ്ടിൽ അവർ താമസിക്കാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു, ഇത്രയും പാരൻസ് 13 പേരുടെ പാരൻസ് വരുമ്പോൾ എന്തായിരിക്കും, എത്ര ദിവസം എടുക്കും നിന്ന് പോവാൻ. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേയും കൂടെ വരെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ചിലപ്പോൾ എവിക്ഷൻ കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങാം, ചിലപ്പോൾ ഒരു മിഡ് വീക്ക് എവിഷൻ ആവാനും ചാൻസുകൾ കാണുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഋഷിയുടെ അമ്മ പറയണു, എല്ലാവരും ഞാൻ ഋഷിയെ പോലെ തന്നെയാണ് കേട്ടോ, ഓപ്പൺ മൈൻഡഡ് ഒക്കെയാണ്. ഇങ്ങനെ സംസാരിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനിടയിലും ഇങ്ങനെ ഇതിനായിട്ട് അങ്ങ് വീട്ടുകാരുമായിട്ട് അവരങ്ങ് ഒന്നിച്ച് കേട്ടാ. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വീട്ടിലെല്ലാവരും കലാകാരന്മാരെന്നൊക്കെ ഋഷിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ കിച്ചണിൽ കയറി, അതേപോലെ തന്നെ ഋതുവിനെ പറഞ്ഞ് നമ്മളിവനെ ഒരു കാര്യം ചെയ്യാം, ഋഷി നീ പൊക്കോ, ഇവരെ നമ്മളെടുത്തോളാന്നൊക്കെ പറഞ്ഞ് ഋഷിയുടെ അനിയനെ അവർ നമ്മുടെ ചെക്കന്മാർ കൂടെ എടുത്തു. അപ്പോൾ അങ്ങനെ ജിൻഡോ പോയിട്ട് അമ്മയുടെ സോറി ഇടണം, അമ്മ സോറി കേട്ടോ, ഞാൻ ഋഷീനെ നമ്മൾ ഈ ടാസ്കിൻ്റെ ഇടയിലൊക്കെയാണ്, അയ്യോ അതൊന്നും കുഴപ്പമില്ല ഉണ്ടായിരിക്കേ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞാണ് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, കാർ തന്നെയാണ് എല്ലാവരും കൊണ്ടുവരാൻ പോണത്. അപ്പോൾ നമ്മുടെ പതിവ് തെറ്റിച്ചില്ല നന്ദന, ഒന്ന് തുറക്കൂ ബിഗ് ബോസ്, ഒന്ന് തുറക്കൂ, കാറല്ലേ കയറി വരുന്നത്, തുറക്കാൻ പറ്റുമോ? ഇവർ നേരെ ഓടിപ്പോയി കാറ് വല്ലം വന്ന് ഇടിച്ചാൽ എന്ത് ചെയ്യും? അല്ല പിന്നെ കാറ് വരുന്നേ ഉള്ളൂ, അതിങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇപ്പം ആ ഡോറ് തുറന്നു കൊടുത്താൽ ഇവരെല്ലാം കൂടെ ചാടി അത് വന്ന് ഇടിച്ച് അല്ലേ. അപ്പം സമാനപ്പെട്, എന്ത് അവരിങ്ങോട്ടല്ലേ വരുന്നത് അല്ലേ. അപ്പം നന്ദന തുറക്കൂ തുറക്കൂ എന്തോ മനഃപൂർവ്വം പൂട്ടിയിട്ട പോലെ, ഒന്ന് തുറക്കൂ. അവിടെ 60 ദിവസമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെക്കാട്ടിയും ധൃതി ഇപ്പം 20 ദിവസമായ നന്ദനയ്ക്കാണ്, 30 ദിവസമായ. അപ്പം തുറക്കൂ തുറക്കൂ, അത് കാറ് വരട്ടെ എന്നിട്ട് നമുക്ക് തുറക്കാം അല്ലേ. കാറ് വന്നൊരു റൗണ്ടൊക്കെ അടിക്കണം, അപ്പം തുറക്കും. കാര്യം കാറ് വന്ന് നമ്മളിങ്ങനെ അവർ കറങ്ങും, അതിൻ്റെ ഇടയിൽ കൂടെ ഇത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ വല്ലാതെ ഓടിച്ചാടി ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ഈ ഇടിച്ചെല്ലാം ചെയ്ത് എന്ത് ചെയ്യും, അതുകൊണ്ടാണ് തുറക്കാത്തത്. സമാനപ്പെടും അല്ലേ. അപ്പോൾ തുറക്കൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുന്നിട്ട് കാറിങ്ങനെ ഒരു 2 റൗണ്ട് അടിക്കും. റൗണ്ട് അടിച്ചിട്ട് അവിടെ നിന്നിട്ട് നന്ദന പോയിട്ട് തുറന്നു. അപ്പോഴേക്കും നമ്മുടെ അൻസിബയുടെ ഉമ്മയും അതേപോലെ സഹോദരനുമാണ്, റസിയയും അസിയും ആണെന്ന് തോന്നുന്നു കേട്ടോ, പേര് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം ആദ്യം അൻസിബ കരച്ചിൽ, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അൻസിബയെ കാട്ടി കെട്ടിപ്പിടിച്ചത് ജാസ്മിനെയാണ്. അതെ, ഉമ്മ അൻസിബയെ കാട്ടി കല്യാണം കഴിച്ചത്, കെട്ടിപ്പിടിച്ചത് ജാസ്മിനെ. ഓ നീ എൻ്റെ പൊന്നു മോളാന്നൊക്കെ പറഞ്ഞ് ഞാൻ അല്ലെങ്കിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ് ആൾ മാറിപ്പോയോ. ജാസ്മിനും അൻസിബയുടെ ഉമ്മയും കൂടെ ഭയങ്കര കരച്ചിൽ കെട്ടിപ്പിടിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് കയറുന്നു. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, ഞാൻ ഈ ആഴ്ച പോവും, എനിക്ക് ഈ ആഴ്ച പോകണം, നീ ഇവിടെ നിൽക്ക്, നീ അത് സമാധാനത്തോടെ നിൽക്കുക, നീ സന്തോഷത്തോടെ വാ, ഒരു കുഴപ്പമില്ല, നീ എപ്പോൾ വന്നാലും ഒരു കുഴപ്പമില്ല, നിന്നെ നിർത്തുന്നത് പ്രേക്ഷകരാണ്, നീ ഇവിടെ സന്തോഷത്തോടെ നിൽക്കില്ല, ഞാനിപ്പോൾ തന്നെ പോവും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ പ്രശ്നങ്ങളാണ് മൊത്തം. അതൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ അനിയൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഷെഫായി നമുക്കൊരു ഹോട്ടലൊക്കെ തുടങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഋഷിയുടെ അമ്മ ഓ നീ പൗഡറൊക്കെ ഇട്ടൊന്ന് ശരിയാവണം കേട്ടോ, മുടിയൊക്കെ കെട്ടി വെക്കണം, മുടിയുടെ അഴുക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. മിണ്ടായി അമ്മ. ഓ പിന്നെ പൗഡർ ഒന്നും ഇടണ്ട, നീ പൗഡറൊക്കെ ഇടണം നീ ഇച്ചിരി. അത് കഴിഞ്ഞ ശേഷം അൻസിബയുടെ അമ്മ പിന്നെയും നീ ഇവിടെ മാക്സിമം നിൽക്കാൻ നോക്ക്, നീ വിഷമിക്കണ്ട, നീ നന്നായിട്ട് എല്ലാവരോടും പെരുമാറുക. അപ്പം ഞാൻ മോശമായിട്ടാണോ പെരുമാറുന്നത്? അങ്ങനെയല്ല, നീ നന്നായിട്ട് നിൽക്കുക, അത്രയാണ് ഉദ്ദേശിച്ചത്. ഒന്നും പറയാനും പറ്റണില്ല. അത് കഴിഞ്ഞ് പിന്നെ ജിൻ്റപ്പൻ്റെ കോമഡിയൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അസി പറയുന്നുണ്ട്, അതായത് സഹോദരൻ, റോഡ് ട്രിപ്പൊക്കെ നടത്താം, അപ്പോൾ എല്ലാം ശരിയാവും, ഇവിടുത്തെ നെഗറ്റിവിറ്റിയൊക്കെ മാറുന്നേ, എല്ലാം ശരിയാവും. അപ്പോൾ പിന്നെന്തുണ്ട്, ഇല്ല പേടിയും പിന്നെ വേറെ ഒന്നുമില്ല, എനിക്കിങ്ങനെ ഇവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷനൊന്നും അടിക്കണ്ട. ലാലേട്ടൻ തന്നെ ആ സ്വർണ്ണമൊക്കെ കാണിച്ച അപ്പോഴാണ് ഇവരുടെ പെട്ടി വരുന്നത് കേട്ടോ. അത് ശരിക്കും കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, പെട്ടി ഈ അമ്മയുടെ. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വേണ്ടേ, അപ്പം സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ, എനിക്ക് സന്തോഷമായി, അയ്യോ എന്ത് രസമായിരിക്കും, അമ്മേ എൻ്റെ ആ വീട്ടിൽ നിന്ന് ആരായിരിക്കും എന്താ വരുന്നത്, ടെൻഷനും കൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ ജാസ്മിന്. അപ്പോൾ ഉടനെ നമ്മുടെ ഋഷിയുടെ അമ്മ, അയ്യോ ക്യൂട്ടി, അപ്പോൾ മോള് സന്തോഷമല്ലേ മോക്ക്? പിന്നെ ഇവിടെ ആണെങ്കിൽ അമ്മ ഒന്നും പറയണ്ട, ആരെയും ഒന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ആകെപ്പോടാ വീട്ടിൽ പോയിട്ട് തള്ളേനെയാണ് പോയി വഴക്ക് പറയണത്. ഇവിടെ ആണെങ്കിൽ അതും പറ്റത്തില്ല, ആരുടെ നെഞ്ചത്തോട്ട് കയറും, വീട്ടിലാണെങ്കിൽ
വേണമെങ്കിൽ അമ്മയുടെ നെഞ്ചത്തോട്ട് കയറാം, എന്നിട്ട് ആ ദേഷ്യമൊക്കെ അങ്ങ് ഇറക്കി വെക്കാം. ഇവിടെ പിന്നെ ആരോടും പറ്റത്തില്ല, അങ്ങനത്തെ എൻവയോൺമെന്റ് ആണ്. അപ്പോഴത്തേക്ക് ഋഷി, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, നിങ്ങൾക്കൊന്നും മറ്റേ നമുക്കാണെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയെങ്കിലും ചെയ്യാം, നമുക്കാണെങ്കിൽ അതും പറ്റത്തില്ല, അറിയാമോ? അത്ര ഇവിടുത്തെ നിങ്ങളുടെ 1 വർഷമാണ് നമ്മുടെ ഇവിടുത്തെ 1 മാസം, അറിയാമോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിക്കോ അമ്മ, ഇനി മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുമോ ഋഷിയുടെ അമ്മ, ഉറങ്ങാൻ പറ്റുമോ, ബൗബ അടിക്കുമോ? അതൊന്നും അറിഞ്ഞൂടാ അമ്മ, അമ്മയുടെ മരുന്ന് ഒന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഭിഷേകും അൻസിബയുടെ ഉമ്മയും അനിയനൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത ദിവസം, എൻ്റെ പൊന്നോ പവർ റൂമിൽ കയറി ഞാൻ ഞെട്ടിപ്പോയി വർത്താനം കേട്ടിട്ട്. അപ്പോൾ അൻസിബയുടെ ഉമ്മ, അത് തന്നെ നന്നായിട്ട് സംസാരിക്കും, ഞാൻ തന്നെ. അപ്പോൾ അഭിഷേക് അല്ല ഈ അൻസിബയുടെ അനിയൻ പറയുന്നുണ്ട്, ചേട്ടൻ നന്നായിട്ട് കളിക്കട്ടോ, കുറച്ചും കൂടെ പവർ ആവണം. ഞാൻ പവർ ആയതാണ് എനിക്ക് യെല്ലോ കാർഡ് കിട്ടിയത്. ഇല്ലില്ല, കുറച്ചും കൂടെയൊക്കെ ആവാം. ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയി കഴിഞ്ഞ ആഴ്ച, കാര്യം അൻസിബ അങ്ങ് ലീഡർഷിപ്പ് എടുത്തു, അങ്ങ് എടുത്തോട്ടെ എന്ന് വെച്ച്, കാര്യം അവൾ നന്നായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ പെട്ടി വന്നെന്നാണ് തോന്നുന്നത്. ഇവിടെ പെട്ടി വന്നു, ഇവരവിടെ സ്റ്റേ തന്നെയാണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വ്യത്യസ്തമായിട്ട് സ്റ്റേ ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എവിക്ഷൻ നീട്ടിവെക്കും, അതായത് നീക്കും, നോ എവിക്ഷൻ അല്ല, എവിക്ഷൻ കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കും, അതായത് മിഡ് വീക്ക് എവിക്ഷൻ ആവാനാണ് ചാൻസ്. കാര്യം ലാലേട്ടൻ്റെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണല്ലോ, ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് 21st ചിലപ്പോൾ 21st വീക്കെൻഡ് എപ്പിസോഡ് വരാൻ പോകുന്നത്. അത് നടുക്കായിരിക്കും, അപ്പോൾ അപ്പോഴായിരിക്കും എവിക്ഷൻ നടക്കാൻ പോകുന്നത്. കാര്യം ഈ പാരൻസ് അത്രയും ദിവസം ഉള്ളത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എവിക്ഷൻ ഉണ്ടാകും, പക്ഷെ അത് നീട്ടും, അത്രേ ഉള്ളൂ. അല്ല എവിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും പേരെ അവിടെ പിടിച്ചിടുവോ? ഇത്രയും പേരുടെ പാരൻസ് വന്നു പോകാനും പിന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയും കൂടെ അനുബന്ധിച്ച് 1.5 ആഴ്ചയായിരിക്കും, 1.5 ആഴ്ച സമയം കിട്ടും. നോമിനേഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ആയിരിക്കും, ഞാനിതൊരു ആയിരിക്കും എന്നാണ് പറയുന്നത്, ചിലപ്പോൾ മിഡ് വീക്ക് ആയിരിക്കും ലാലേട്ടൻ്റെ ഇത് വരുന്നത്, അതായത് ബർത്ത്ഡേയും എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ എങ്ങനെയുണ്ട് ഫാമിലി വീക്ക്? ഇനി ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സാധാരണ അവസാനമാണ് വരുന്നത്, അപ്പം പ്രേക്ഷകർക്ക് കണക്ഷൻ ആവാനോ കോൺട്രവേഴ്സി ആയിട്ടുള്ള ആരും അവിടെ ഇല്ല. ആകെ കൂടെ ജാസ്മിൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ളത്, ബാക്കി ആരും അവിടെ ഇല്ലാത്തത് കൊണ്ടും ആണ് ആ ഒരു ത്വര ഭയങ്കരമായിട്ട് വരാത്ത. ത്വര ഉണ്ട് ആൾക്കാർക്ക്, പക്ഷെ ത്വര അങ്ങോട്ട് വരാത്ത അത് കാരണമാണ്. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ ഈ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ 1.5 ആഴ്ച ഉണ്ടാവും, 1.5 ആഴ്ച. എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ചിലപ്പോൾ മിഡ് വീക്ക് 21st ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.